മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രജകൾ പരസ്പരം രക്ഷിക്കുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോ ഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം തന്നെ നശിപ്പിക്കും. നമ്മളുടെ പൈതൃകത്തിലൊരു വരിയുണ്ട്, ന രാജ്യം ന രാജാ ആസീത്. ഒരു രാജ്യത്തിന് അതിർത്തി അത്ര നിർബന്ധമൊന്നുമല്ല. ഒരു വലിയ ക്രൂരനായ ഭരണാധികാരിയും അത്ര അത്യാവശ്യമൊന്നുമല്ല. ന രാജ്യം ന രാജാ ആസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ. ശിക്ഷ കൊടുക്കേണ്ടവരും ശിക്ഷിക്കപ്പെടേണ്ടവരും ഇല്ലാത്തൊരവസ്ഥ. ധർമ്മേണ ഇവ പ്രജാ സർവേ. ധർമ്മമാണ് പ്രജകളെ ഒരുമിച്ച് നിർത്തുന്നത്. ഭാരതത്തില് ആ ധർമ്മം നിലനിന്നത് കൊണ്ടാണ് ഇതിനെ ധർമ്മരാജ്യം എന്ന് പറയാം. ആ ധർമ്മത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പഠനം, ജ്ഞാനം സ്വീകരിക്കുക. ധാർമ്മിക ജ്ഞാനം മറ്റ് ജ്ഞാനത്തോടൊപ്പം തന്നെ നേടേണ്ടതാണ് ധാർമ്മിക ജ്ഞാനം. ആ ജ്ഞാനവും ധാർമ്മിക ജ്ഞാനവും ഒരുമിച്ച് വരുന്ന ഒന്നാണ് ഭാരതത്തിലെ കലകള്, ക്ഷേത്രകലകള്, ക്ഷേത്രവാദ്യങ്ങള്, സംഗീതം. എല്ലാം യേശുദാസനെ ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ കാരണം സംഗീതത്തിന്റെ അവസാനത്തെ നിലവാരത്തിലെത്തിയതാണ്. സംഗീതമായാലും കലകളായാലും ഭാരതത്തില് അത് ഈശ്വരീയമാണ്. സരസ്വതി ദേവിയെ കലാവാണി എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. ആ കലകള് അത്രയും പവിത്രമായിട്ടുള്ളവർ പഠിക്കണം, പഠിപ്പിക്കണം, പരിശോധിക്കണം. പവിത്രതയുടെ പരമകാഷ്ഠയിലുള്ള ധാർമ്മിക മൂല്യത്തിന്റെ പ്രതികരണമാണ്, പ്രദർശനമാണ് കല പഠിക്കലും പഠിപ്പിക്കലും പരിശോധിക്കലും. പക്ഷെ കേരളം എത്രത്തോളം ധാർമ്മികമായിട്ട് അധപ്പതിച്ചു എന്ന്, അധപ്പതിക്കാൻ കാരണം ഇവിടെ ധർമ്മബോധമുള്ളവരില്ലാതായതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്നാലേ അവർക്ക് അധികാരവും കസേരയും സമ്പത്തും അവസരങ്ങളും ലഭിക്കുള്ളൂ എന്ന കാരണത്താല് ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സത്യം, ധർമ്മം, നീതി, ന്യായത്തെ വ്യഭിചരിച്ചുകൊണ്ട് ചുവട്ടിലുള്ളവർ മുതൽക്ക് മുകളിലുള്ളവർ വരെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും അധർമ്മം ചെയ്യാനും പറയാനും അവസരമുള്ളതാണ് യഥാർത്ഥ ബുദ്ധിജീവിയുടെയും യുക്തിവാദിയുടെയും ലക്ഷണമെന്നും, അത് കേട്ട് ബാക്കിയുള്ളവരാരെങ്കിലും പ്രവർത്തിച്ചാൽ പ്രതികരിച്ചാൽ അത് അസഹിഷ്ണുതയാണെന്നും, നമ്മൾ പറയാനും പ്രവർത്തിക്കാനും ഉള്ളത് നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് സഹിഷ്ണുത, മിണ്ടാതിരുന്നോളണം അതാണ് സഹിഷ്ണുത എന്നും, വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ ക്ലൈമാക്സിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ LDF ആയാലും UDF ആയാലും MDF ആയാലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതികരണം ഇപ്രാവശ്യത്തെ സ്കൂൾ കലാമേള, ദൈവീകമായ കലാമേള വളരെ ഭംഗിയായിട്ട് ഉദ്ഘാടനം ചെയ്തു കണ്ണൂരില്. ആ കലാമേള വിദ്യാർത്ഥികളുടെ മനസ്സില് കലാപരമായ ആത്മീയ ചൈതന്യം പോലെ പ്രാധാന്യമുള്ള കലകള് കുറേയധികം കഷ്ടപ്പെട്ട അധ്യാപകരും മാതാപിതാക്കളും സ്കൂൾ അധികൃതരും എടുത്ത് അത് പ്രദർശിപ്പിക്കാൻ 1000-ലധികം വിദ്യാർത്ഥികൾ വരുന്ന സ്ഥലത്ത് കാണാനും കേൾക്കാനും സാധിച്ചത് ഏറ്റവും ക്രൂരമായ ധർമ്മത്തിന്റെ വധമാണ്. അതില് കൈക്കൂലിയും ഇടത്തരക്കാരും കേറി നിറങ്ങുക, കാലിച്ചന്തയിൽ നടക്കുന്ന പോലെ. ഇത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സംഭവിച്ചതല്ല. ഈ ഗവൺമെന്റ് ഈ കാലിച്ചന്ത മാതിരി കലാമേള നടത്തുന്നതിന് കൈക്കൂലിയും സ്വജനപക്ഷപാതവും ബ്രോക്കർമാരും മറ്റുള്ളത് നടത്തുന്നവരെ തടയാൻ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഗവൺമെന്റുകൾ മുതൽക്ക് നടക്കുന്ന കാര്യങ്ങളാണ്.
ആര് ചെയ്തു ചെയ്തില്ല എന്നല്ല, ഈ ഗവൺമെന്റ് ഇതിനെ തടയാൻ കുറെ കാര്യങ്ങൾ ചെയ്തത് പത്രത്തിൽ വായിച്ചപ്പോൾ അതിൽ സന്തോഷമല്ല, ദുഃഖമാണ് തോന്നിയത്. ഗവൺമെന്റ് ചെയ്തതിലുള്ള ദുഃഖമല്ല, ആ ലെവലിലേക്ക് സ്കൂൾ കലാമേളയിലെ വിധികർത്താക്കൾ ചെന്ന് പെട്ടതിന്റെ നാണക്കേട്, ഗതികേട്. ഒരു സംസ്കാരത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ നശിച്ചാൽ എവിടം വരെ എത്തുമെന്നുള്ളതിന് തെളിവാണ് കലാമേളയിൽ നടന്നത് എന്ന് പത്രത്തിൽ വായിച്ചാൽ മനസ്സിലാവും. ഞാനതൊന്ന് വായിക്കാം. പത്രത്തിൽ വരുന്നത് ഇങ്ങനെ വായിക്കുന്നത് അത്രയും രുചിക്കാത്തവർ പറയാറുണ്ട്, സാർ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, പത്രത്തിൽ വരുന്നത് അതേപോലെ വായിക്കേണ്ടെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴേ പൂർണ്ണത എത്തുള്ളൂ. അല്ലെങ്കിൽ അത് എൻ്റെ വികാരത്തിൻ്റെ പ്രദർശനമായിട്ട് വരുന്നത് ഒഴിവാക്കാൻ ഞാൻ മാതൃഭൂമിയിൽ വന്ന വാർത്ത, കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള സ്കൂൾ കലാമേളയെക്കുറിച്ച്, കോഴയ്ക്ക് തത്ത, അപ്പീലിന് പണപ്പരുന്ത്, ഇത് എന്താണെന്ന് എനിക്കങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവണില്ല. ഇതാണ് ടൈറ്റില്. വിമൽ കോട്ടക്കൽ എന്ന് പറയുന്ന ആളെ എഴുതിയേക്കുന്നതാണ് മാതൃഭൂമിയിൽ, ഞാനത്തെ മാതൃഭൂമിയിൽ. ആ വരി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം സമയമുണ്ടെങ്കിൽ. കേരളത്തിലെ ധാർമ്മികത എത്രത്തോളം തകർന്ന തരിപ്പണമായി എന്നും വിധികർത്താക്കളായ പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമായ കലയെ വ്യഭിചരിച്ച വിധികർത്താക്കളും അതിന് കൂട്ടുനിന്ന ഇത്രയും കാലം കേരളം ഭരിച്ചവരും ആ വിദ്യാഭ്യാസ മന്ത്രിയും DPIയും എല്ലാം നമ്മളെ മതേതരത്വവും പുരോഗമനവും നമ്മളെ യുക്തിവാദവുമെല്ലാം പഠിപ്പിച്ച അവർ ഭരിച്ച കേരളത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചതെന്നും ഇന്ന് ആരാധ്യനായ പിണറായി വിജയന്റെ കീഴിലുള്ള മന്ത്രിസഭ തടയാൻ മെക്കാനിക്കലി ചെയ്തത് എന്തെല്ലാമാണ്. ധാർമ്മിക മൂല്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല, പോലീസിനെയും ഇന്റലിജൻസിനെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനെയും എല്ലാം കൂടാതെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തത്. ധാർമ്മിക മൂല്യം നശിച്ച ഒരു സമൂഹത്തിന് കൊടുക്കേണ്ടത് ധാർമ്മിക മൂല്യമാണെന്ന് മനസ്സിലാക്കാതെ 4 കോടി കേരളീയർക്ക് 4 കോടി പോലീസിനെ വെച്ചിട്ട് ധാർമ്മിക മൂല്യങ്ങളോ നിയമ പരിപാലനമോ നടത്താമെന്ന് ധരിക്കുന്നത് കൂടി അബദ്ധമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിതൊന്ന് വായിക്കാം. വിധി നിർണയം എല്ലാ കാലത്തും വിവാദമാവുമ്പോൾ ഇത്തവണ പരമാവധി പഴുതടയ്ക്കാനുള്ള ശ്രമത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ കലാമേളയുടെ കാര്യമാണ് പറയുന്നത്. രഹസ്യ സംവിധാനം കൊണ്ടുവന്നതും സ്ഥിരം വിധികർത്താക്കളായ 30 പേരെ പട്ടികയിൽ നിന്ന് മാറ്റിയതും അതുകൊണ്ടാണ്. ഇപ്പൊ സ്ഥിരം വിധികർത്താക്കളായിട്ടുള്ള കലാപരമായ അറിവുള്ള ഉയർന്ന നിലവാരമുള്ളവരെയാണല്ലോ വിധികർത്താക്കളാക്കുന്നത്. അവരെ മാറ്റേണ്ടി വന്നത് അവരുടെ അധാർമികതയുടെ പരമകാഷ്ഠ. അവരെ നിലനിർത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പും മന്ത്രിമാരും രാഷ്ട്രീയക്കാരും കാട്ടിക്കൂട്ടിയ, കഴിഞ്ഞ മന്ത്രിസഭ വരെ കാട്ടിക്കൂട്ടിയ ആക്രാന്തവും അവനവന്റെ ആൾക്കാർക്ക് കലാതിലകവും കലാപ്രതിഭയും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും സ്വയം അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് മറ്റുള്ളവരെ ധർമ്മം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മന്ത്രിമാരുടെയും എല്ലാം പ്രകാശധോരണിയാണ് ഇത്. എല്ലാറ്റിനും പുറമെ ചരിത്രത്തിൽ ആദ്യമായി കലോത്സവ വിധി നിർണയം വിജിലൻസിന്റെ നിരീക്ഷണത്തിലുമാക്കി. ഒരു കലാപരമായ കാര്യങ്ങൾക്ക് വിധി നിർണയിക്കുന്നത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. ഇത്രയും നമ്മൾ ധാർമ്മികമായിട്ട് അധപ്പതിച്ചു എന്ന് പറയുമ്പോൾ ഇനി ഇതിനേക്കാളും അധപ്പതിക്കാൻ സാധിക്കില്ല. വിജിലൻസുകാരുള്ളത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല, ഇത്രയും അധർമ്മമില്ലാതെയാക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച് വിലയിരുത്തേണ്ടി വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പാലക്കാട്, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാരാണ് വിധികർത്താക്കളെ സ്വാധീനിച്ച് വിധി നിർണയം അട്ടിമറിക്കുന്നതെന്ന ആരോപണമുണ്ടായിരുന്നു. വകുപ്പിന്റെ അന്വേഷണത്തിലും ഇത് ശരിയാണെന്ന് തെളിഞ്ഞു. ഇതൊക്കെ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ലേ, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ടായിരുന്നില്ലേ? ഈ സ്വാധീനിക്കുന്ന ഇടത്തരക്കാരെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ അവരെ തടയാനും അറസ്റ്റ് ചെയ്യാനും എന്തേ സാധിച്ചില്ല? ധാർമ്മികതയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നവരുടെ കാലെവിടെയാണ് നിൽക്കുന്നതെന്നറിയാൻ ഈ വരികളൊക്കെ നമുക്ക് പ്രയോജനപ്പെടും.
പ്രധാനപ്പെട്ട 3 ഏജന്റുമാരാണ് ഇതിന് പിന്നിലെന്ന് കലാകാരന്മാരുടെ സംഘടനയും ആരോപിച്ചു. അപ്പൊ ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. തുടർന്നാണ് കരിമ്പട്ടികയിൽപ്പെട്ട 30 പേരെ വിധികർത്താക്കളുടെ ലിസ്റ്റിൽ നിന്ന് നീക്കിയത്. അപ്പൊ ഒരു കരിമ്പട്ടികയും ഉണ്ടായിരുന്നു. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. തീയില്ലാതെ പുകയുണ്ടാവില്ല. കരിമ്പട്ടിക ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരിമ്പട്ടികയിൽ പെടാൻ യോഗ്യതയുള്ള നികൃഷ്ടരും നീചരും നിന്ദ്യരുമായിട്ടുള്ള കലാകാരന്മാര് വിധികർത്താക്കളുടെ കസേരയിൽ ഇരുന്നിരുന്നു. സ്ഥിരം പട്ടികയിലുള്ള ഭൂരിഭാഗം പേരെയും മാറ്റി. അപ്പൊ അവരെല്ലാം ഏത് തരത്തിലുള്ളവരാണ്? കലയോടോ അല്ലെങ്കിൽ ധാർമ്മികതയോടോ പ്രതിബദ്ധതയുള്ളവരായിരുന്നില്ല. കൈക്കൂലിയും ഈ ഇടത്തട്ടിലുള്ളവരുടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ശിങ്കിടികളുമെല്ലാം ആയിരുന്നു അവരെന്ന് ഇത്രയും കാലം ഭരിച്ചവർക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ലേ? ഇത്തവണ സർക്കാർ നിയന്ത്രണത്തിലുള്ള കലാസ്ഥാപനങ്ങളിലെ പ്രഗത്ഭരെയാണ് കൂടുതലും വിധികർത്താക്കളാക്കിയിട്ടുള്ളത്. അക്കാദമികൾ, സ്കൂൾ ഓഫ് ഡ്രാമ, ഫൈൻ ആർട്സ് കോളേജുകൾ, കലാമണ്ഡലം, RLV തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധർക്ക് മുൻഗണന നൽകി. ഒരു സംശയം മാത്രമേ ഉള്ളൂ, ഈ സ്ഥാപനങ്ങളിലുള്ളത് മുഴുവനും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരുമാണ്. ഇനി അവരെ ഇരുത്തിയതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. 3 കൊല്ലം തുടർച്ചയായി വിധി നിർണയിച്ചവരെയും ജില്ലാ കലോത്സവത്തിൽ വിധി നിർണയിച്ചവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അത് വളരെ നന്നായി. അതിരഹസ്യമായാണ് വിധികർത്താക്കളുടെ ലിസ്റ്റ് സൂക്ഷിച്ചിട്ടുള്ളത്. DPI ഓഫീസിലെ 4 ഉദ്യോഗസ്ഥർക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ. രഹസ്യ സ്വഭാവം നഷ്ടപ്പെടരുതെന്ന് വിധികർത്താക്കൾക്കും പ്രത്യേക മുന്നറിയിപ്പ് നൽകി. ഇനം മാത്രമേ അവരെ അറിയിച്ചിട്ടുള്ളൂ. ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ എന്ന് തൊട്ടു മുമ്പ് മാത്രമേ പറയൂ. 11 പേരുള്ള ഹയർ അപ്പീൽ കമ്മിറ്റിയും അഴിച്ചുപണിതു. ഇതിനിടെ വിധികർത്താക്കളുടെ പേരുകൾ പുറത്തായെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നു. രഹസ്യ സ്വഭാവത്തെ അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നു. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ചില നർത്തകിമാരുടെ പേര് ഏജന്റുമാർ ചില രക്ഷാകർത്താക്കളിൽ നിന്ന് പണം വാങ്ങിയതായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ മാതാപിതാക്കളും ഈ ഹീനകൃത്യത്തിന് കൂട്ടുനിന്നു. അതുകൊണ്ട് വിധികർത്താക്കളും വിധി അർഹിക്കുന്നവരും തുല്യ നീചരാണെന്ന് തെളിയിക്കുന്നതാണ്. മാതാപിതാക്കൾ കൈക്കൂലി കൊടുത്ത് മക്കളെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ മക്കൾക്ക് അവാർഡ് കിട്ടുമ്പോൾ ആ മക്കൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവാർഡിനെ കുറിച്ച് പറയേണ്ടത്? എൻ്റെ അച്ഛനും അമ്മയും കൈക്കൂലി കൊടുത്ത് എനിക്ക് അവാർഡ് മേടിച്ചെന്നോ എൻ്റെ കഴിവ് കൊണ്ട് അവാർഡ് കിട്ടിയെന്നോ? ഏതായാലും ഒരു ഗുണമുണ്ട്. ഭരണകർത്താക്കളും വിധികർത്താക്കളും വിധി സ്വീകരിക്കേണ്ടവരും ഒരേ തട്ടിൽ ധർമ്മബോധത്തെ വെല്ലുവിളിച്ച് ലേലം വിളിക്കുന്നവരാണെന്ന് കാണാൻ ഇതിലൂടെ സാധിക്കും. എന്നാൽ അവർ പറഞ്ഞ പേരുള്ള ഒരാളും വിധികർത്താക്കളുടെ ലിസ്റ്റിൽ ഇല്ലെന്ന് DPI KV മോഹൻകുമാർ മാതൃഭൂമിയോട് പറഞ്ഞു. അപ്പീലുകളുടെ എണ്ണം കർശനമായി കുറയ്ക്കുന്നതിന് നടപടിയുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഇതിനുള്ള ശ്രമം നടന്നിരുന്നു. 1560 അപ്പീലുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം 850 കുറച്ചു. ഇത്തവണ 600 ആക്കാനാണ് ശ്രമം. DPIയിൽ നിന്നുള്ള നിരീക്ഷകർ ഇത്തവണയുണ്ടാകും. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നാണ് കൂടുതൽ പേർ അപ്പീലുമായി മത്സരിക്കുന്നതിനെ തുടർന്നത്. 83 പേർ. തൊട്ടടുത്ത 63 പേരുമായിട്ട് കോഴിക്കോടുമുണ്ട് അപ്പീല് കൊടുത്തവരുടെ എണ്ണം. ഇതൊന്നും വായിച്ചത് സ്കൂൾ കലാമേളയെ കുറിച്ചിട്ട് പറയാനല്ല. നമ്മുടെ നാട്ടില് ധാർമ്മികത എത്രത്തോളം ക്ഷയിച്ച് നശിക്കുന്ന ലെവലിലേക്ക് എത്തിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള മതേതരത്വവും സഹിഷ്ണുതയും പുരോഗമനവാദവും ബുദ്ധിജീവിയുടെ പട്ടവും അങ്ങനെയുള്ള കുറേ വാക്കുകളെല്ലാം പറയുന്നവരൊക്കെ അതിന് നേരെ എതിരെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ആരാധ്യരെന്ന് പറയുന്നവരോ മാതൃകയെന്ന് പറയുന്നവനോ ആരുമില്ല. ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ വ്യക്തികൾ വരെ ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയതോടുകൂടി കേരളത്തിൻ്റെ ധാർമ്മിക അടിത്തറ ഇളകുന്ന മാതിരി തോന്നുന്നു. അതിൻ്റെ ഒരു വേദനയാണ്. ധർമ്മം ഒരിക്കൽ നശിച്ചാൽ ധർമ്മത്തെ ഉണ്ടാക്കാൻ കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ചോറും സാമ്പാറും കൊണ്ടോ സാധിക്കില്ല. ധർമ്മം ഉണ്ടാകേണ്ടത് ധാർമ്മിക മൂല്യങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിയിലൂടെയാണ്. ആ വ്യക്തികൾ തകർന്നാൽ തകരുന്നത് വ്യക്തിയുടെ ശരീരമോ മനസ്സോ അല്ല, ഒരു സമൂഹം ആരാധിക്കുന്ന ധാർമ്മികതയാണ്. അതാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ സ്കൂൾ കലാമേളയിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്ത ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നല്ലതാണ്. കഴിഞ്ഞ 5 വർഷവും ഇത് നടന്നിരുന്നു എങ്കിൽ 5 വർഷവും ഇവിടെ ഭരിച്ചത്
മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മതത്തിൻ്റെയും ജാതിയുടെയും അവനവന്റെ സ്വജനപക്ഷപാതത്തിൻ്റെയും പേരിൽ ഉയർത്താനും അർഹിച്ചവരെ താഴ്ത്താനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ് ആണെന്ന് കൂടി അറിയട്ടെ. ഈ ഗവൺമെന്റ് ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ടുവരാൻ ഇതാണ് വഴി എന്ന് ധരിക്കാതെ അതിൻ്റെതായിട്ടുള്ള വഴിയുണ്ട്. ധാർമ്മിക ബോധമുള്ളവരെ ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്തേണ്ട കസേരയിൽ ഇരുത്താൻ കഴിവുണ്ടെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടുമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.